മലയാളത്തിൻ്റെ 30ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ PSC ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത് പര്യായ പദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കഥാപാത്രം, കൃതി, രചയിതാവ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. നോക്കാം നമ്മൾ എന്തൊക്കെയാണ് റിവൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. പര്യായ പദങ്ങൾ, ഒട്ടകം, ഋഷി. അതുപോലെ തന്നെ കവിവാക്യം, ചിന്താവിഷ്ടയായ സീതയിലെ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്ന് എടുത്തിട്ടുള്ള വരികൾ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, MV രാഘവൻ, ഫാദർ വടക്കൻ, K കരുണാകരൻ എന്നിവരുടെ ആത്മകഥകൾ നമ്മൾ നോക്കുന്നുണ്ട്. തൂലികാനാമങ്ങൾ, 5 പേരുടെ തൂലികാനാമങ്ങൾ നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 പ്രധാനപ്പെട്ട കൃതികൾ, അവയുടെ രചയിതാക്കൾ ആരാണ്, അവയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും ഒട്ടുമിക്ക PSC ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ്. അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പഠിച്ചേ പറ്റൂ. നന്നായി തന്നെ പഠിച്ചു പോകണം. ഇത് നാളെ പഠിക്കാമെന്ന് വിചാരിച്ച് ഒരു കാര്യവും നമുക്ക് നാളേക്ക് വെക്കരുത്. കാരണം എക്സാം എഴുതുന്നവർ 18 വയസ്സിനും ഒരു 36 ഏജിനും ഇടയ്ക്കുള്ളവരാണ് എക്സാം എഴുതുന്നത്. ഓക്കെ, ചില എക്സാമുകൾക്കും ചില കാറ്റഗറികൾക്കും കുറച്ചുകൂടെ ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ 18 ഇയേഴ്സാണ് നമുക്കൊരു PSC എക്സാം എഴുതാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. 18 വയസ്സ് തികയണം. അപ്പം 18 to 36 ആണ് ഏജ്. 36 കഴിഞ്ഞിട്ട് എഴുതുന്ന കുറച്ച് എക്സാമുകളും ഒക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഒരു സമയമെന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളേക്ക് നമ്മൾ മാറ്റി വയ്ക്കരുത് ഒന്നും. ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സമയത്തിൻ്റെ വില ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഒട്ടകത്തിൻ്റെ പര്യായ പദങ്ങൾ 5 എണ്ണം ഉണ്ട്, ഒന്ന് പഠിച്ചെടുക്കാം. മഹാഗ്രീവം, ഉഷ്ട്രം, ക്രമേളകം, രവണം, ദുംബ്രകം. ഇച്ചിരി പാടായിട്ട് തോന്നും കേൾക്കുമ്പം. പക്ഷേ കുറച്ചൊന്ന് പഠിച്ചെടുക്കുവാണ്, നല്ല രസമാണ്. പഠിച്ചെടുക്കുവാണെങ്കിൽ അത് നല്ല ഒരു നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയസ്ഥമാക്കുമ്പോൾ അടുത്തടുത്ത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. മഹാഗ്രീവം, ഉഷ്ട്രം, ക്രമേളകം, രവണം, ദുംബ്രകം. അതുപോലെ തന്നെ ഋഷി, മുനി, മഹർഷി, സന്യാസി, കാഷായധാരി. മുനി, മഹർഷി, സന്യാസി, കാഷായധാരി. ഋഷിയെക്കുറിച്ചുള്ള എല്ലാ പര്യായ പദങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടകത്തിനകത്ത് പഠിച്ച കാര്യങ്ങളുണ്ടോ എന്ന് തോന്നുന്നില്ല. 1 2 വല്ലോ കാണുകയുള്ളൂ. പക്ഷേ ബാക്കി നമ്മൾ ഫ്രഷാണ്. നന്നായിട്ട് പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞത് അറിയാൻ വയ്യാത്തവരുടെ കാര്യം കേട്ടോ. അറിയാവുന്നവർ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അറിയാവുന്നവർ ഇനി വേറെ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സമയം കണ്ടെത്തുക കേട്ടോ. നമുക്ക് അറിയാവുന്നതിൻ്റെ മാത്രം പുറകെ പോകരുത്. അറിയാൻ വയ്യാത്തത് നമുക്ക് കുറേ കൂടെ പഠിച്ചെടുക്കാനുള്ള വിലപ്പെട്ട സമയമാണ്. അതുപോലെ തന്നെ കവിവാക്യം, ഇതും അറിയാവുന്നവർ കാണും കേട്ടോ. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത പ്രധാനപ്പെട്ട ഒരു കവിവാക്യമാണ്. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർ ഫകരൗഷധങ്ങൾ താൻ. നരജീവിതമായ വേദനയ്ക്കൊരു മട്ടർ ഫകരൗഷധങ്ങൾ താൻ. എവിടെ നിന്നാണ് എടുത്തിട്ടുള്ള വരികളാണ്? കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നെടുത്തിട്ടുള്ള കവിവാക്യമാണ്. അതുപോലെ തന്നെ ആത്മകഥകൾ നോക്കാം. 4 പ്രധാനപ്പെട്ട ആത്മകഥകൾ ആരുടെയൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ഇന്നലകൾ, വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. എൻ്റെ ഇന്നലകൾ. ഒരു ജന്മം, MV രാഘവൻ. എൻ്റെ കുതിപ്പും കിതപ്പും, ഫാദർ വടക്കൻ. പതറാതെ മുന്നോട്ട്, K കരുണാകരൻ. ഒന്നുകൂടെ പറഞ്ഞാലോ. എൻ്റെ ഇന്നലകൾ, വെള്ളാപ്പള്ളി നടേശൻ. ഒരു ജന്മം, MV രാഘവൻ. എൻ്റെ കുതിപ്പും കിതപ്പും, ഫാദർ വടക്കൻ. പതറാതെ മുന്നോട്ട്, K കരുണാകരൻ. അടുത്ത തൂലികാനാമങ്ങളാണ്. പ്രധാനപ്പെട്ട 5 തൂലികാനാമങ്ങൾ, 5 പ്രധാനപ്പെട്ട വ്യക്തികളുടെ തൂലികാനാമങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. തുളസീവനം, R രാമചന്ദ്രൻ നായർ. ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ആനന്ദ, P സച്ചിദാനന്ദൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടപ്പള്ളി രാഘവൻ പിള്ള. ഒന്നുകൂടെ നോക്കാം. തുളസീവനം, R രാമചന്ദ്രൻ നായർ. ഒളപ്പമണ്ണ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ആനന്ദ, P സച്ചിദാനന്ദൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടപ്പള്ളി രാഘവൻ പിള്ള. അടുത്തതാണ് പ്രധാനപ്പെട്ട 3 കൃതികൾ, അവയുടെ രചയിതാവ്, കഥാപാത്രങ്ങൾ. ഒരു ടേബിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്.
നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സുന്ദരികളും സുന്ദരന്മാരും എന്ന കൃതിയുടെ രചയിതാവ് ഉറൂബാണ്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഖദീജ. ഖദീജ സുന്ദരികളും സുന്ദരന്മാരും ഉറൂബ് ഖദീജ. സുന്ദരികളും സുന്ദരന്മാരും ഖദീജ ഉറൂബ്. അടുത്തത് അറബിപ്പൊന്ന്. കോയ MT വാസുദേവൻ നായർ NP മുഹമ്മദ്, രണ്ടുപേരുടെയും കൂടെ കേട്ടോ. അറബിപ്പൊന്ന് MT വാസുദേവൻ നായർ NP മുഹമ്മദ്. കോയ എന്ന കഥാപാത്രം എവിടെയാണ്, ഏത് കൃതിയിലാണെന്ന് നോക്കുക. അരനാഴിക നേരം കുഞ്ഞേനാച്ചൻ, പാറപ്പുറത്തിൻ്റെയാണ് കേട്ടോ. അരനാഴിക നേരം കുഞ്ഞേനാച്ചൻ എന്ന കഥാപാത്രമാണ്, പാറപ്പുറത്താണ് ഇതിൻ്റെ രചയിതാവ്. നന്നായി പഠിക്കുക. പര്യായപദങ്ങൾ, കവിവാക്യം, ആത്മകഥകൾ, തൂലികാനാമങ്ങൾ, കൃതി, അവയുടെ രചയിതാക്കൾ, കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ നന്നായിട്ട് പഠിച്ചെടുത്തത്, റിവൈസ് ചെയ്തത്. ഇന്ന് 30ാമത്തെ റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇനിയും മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ ചാനലിൽ. നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ സ്റ്റെപ്പും കയറിക്കൊണ്ടിരിക്കുകയാണ്. 1-2 സ്റ്റെപ്പ് കൂടുതലായിട്ട് ചാടി കയറണം. നമ്മൾ വേഗം റാങ്ക് ലിസ്റ്റിലുണ്ടാവണം. നന്നായിട്ട് പഠിച്ചെടുക്കുവാൻ സമയം കണ്ടെത്തണം, മെനക്കെടണം. നമ്മുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഫലം നമ്മുടെ റിസൾട്ടിലൂടെ നമുക്ക് തന്നെ നേടിയെടുത്ത് നമ്മൾ തന്നെ ഹാപ്പി ആകുക. നന്നായിട്ട് പഠിച്ചെടുക്കുക. നമ്മുടെ സമയം, നമ്മുടെ ജോലി. എല്ലാവർക്കും നല്ല ആശംസകൾ.